ജിഷ കൊലക്കേസിൽ നിർണായകമായ വഴിത്തിരിവ്. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു. ജിഷയുടെയും മഞ്ഞ ഷർട്ടിട്ട യുവാവിന്റെയും ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ വളം വിൽപ്പന കേന്ദ്രത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങളാണിത്. കൊല നടന്ന ദിവസം ഉച്ചയ്ക്ക് 1:30 ജിഷയും യുവാവും വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ജിഷയുടെ വീടിന് സമീപത്തെ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് കേസിൽ വഴിത്തിരിവാകുന്ന നിർണായക തെളിവ് പോലീസിന് ലഭിച്ചത്. മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് ജിഷയെ പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ച CCTV ക്യാമറയിലുള്ളത്. കുറുപ്പമ്പടിയിലെ വളം വിൽപ്പന കേന്ദ്രത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ ഇനിയും പരിശോധിക്കാനുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കൊല നടന്ന ദിവസം രാവിലെ ജിഷ കോതമംഗലത്തേക്ക് പോയിരുന്നുവെന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ യുവാവ് പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞിരിക്കുന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജിഷയുടെ വീട്ടിൽ നിന്നും നിലവിളി കേട്ടിരുന്നതായും മഞ്ഞ ഷർട്ട് ധരിച്ച യുവാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടതായും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മഞ്ഞ ഷർട്ടുധാരി ജിഷയുടെ വീടിന് പുറകുവശത്തെ മതിൽ ചാടി കടന്നുപോയതായും കനാലിൽ കൈകാലുകൾ കഴുകുന്നത് കണ്ടതായുമുള്ള മൊഴികളും പോലീസിന് ലഭിച്ചിരുന്നു. ഇരിങ്ങോൾക്കാവിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ കണ്ട യുവാവ് ധരിച്ചിരുന്നതും മഞ്ഞ ഷർട്ടാണെന്നും അയൽവാസികളുടെ മൊഴികളിൽ വ്യക്തമാണ്. ഈ മൊഴികൾ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇവ വിദഗ്ധരെ കൊണ്ട് പോലീസ് പരിശോധിപ്പിക്കും. അതേസമയം നേരത്തെ കസ്റ്റഡിയിലെടുത്ത ഗുണ്ടാ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഹൈക്കോടതി പൂർണ്ണമായി സ്റ്റേ ചെയ്തു. ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് കോടതി പറഞ്ഞു. KSRTC സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ്. ഇതിനിടെ കോടതി ഉത്തരവിനെ തുടർന്ന് ഈ മാസം 21 നടത്താനിരുന്ന വാഹന പണിമുടക്ക് പിൻവലിച്ചു. 10 വർഷത്തിലേറെ പഴക്കമുള്ള ബസ്സുകൾക്ക് പ്രധാന നഗരങ്ങളിൽ വിലക്കേർപ്പെടുത്തിയത് ചോദ്യം ചെയ്ത് KSRTC സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാറിന്റെ ഉത്തരവ്. ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് കോടതി പറഞ്ഞു. ദില്ലിയിൽ 2 വർഷത്തെ സാവകാശം നൽകിയാണ് നിരോധനം നടപ്പാക്കിയതെന്ന് സ്റ്റേ ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. വാദം പൂർത്തീകരിച്ച് വിധി പ്രഖ്യാപിക്കുന്നതുവരെയാണ് സ്റ്റേ. ട്രിബ്യൂണൽ വിധിക്കെതിരായ ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2000 cc മുകളിലുള്ള പുതിയ ഡീസൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യരുതെന്നായിരുന്നു ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ്. പ്രധാന നഗരങ്ങളിൽ 10 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ ഓടിക്കരുതെന്നും ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. ഇതിൽ 2000 cc മുകളിലുള്ള ഡീസൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നിരോധിച്ചത് ഹൈക്കോടതി നേരത്തെ തന്നെ സ്റ്റേ ചെയ്തിരുന്നു. പുതിയ ഉത്തരവോടെ മോട്ടോർ വാഹന മേഖലയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരമായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രിയങ്ക ചോപ്രയുടെ മുത്തശ്ശിയുടെ സംസ്കാരത്തിന് അനുമതി നിഷേധിച്ച കുമരകം പള്ളിക്കെതിരെ ബിഷപ്പ് തോമസ് മാർ തിമോത്തിയോസ് അന്ത്യാഭിലാഷം നടത്താത്തത് നീതികേടാണെന്നും മരിച്ചവരെ അടക്കുക എന്നത് സഭാ നിയമം അനുസരിച്ച് പുണ്യപ്രവൃത്തിയാണെന്നും മാർ തിമോത്തിയോസ് പറഞ്ഞു. പ്രിയങ്ക ചോപ്രയുടെ വല്യമ്മയാണ് മരിച്ചത്. കുമരകം പള്ളിയിൽ അവർക്ക് അന്ത്യവിശ്രമം കൊടുക്കുവാനായിട്ട് ആ പള്ളി നിഷേധിച്ചപ്പോൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചു കൊടുത്തത്. സഭാ പാരമ്പര്യം അനുസരിച്ച് ഒരു മരിച്ചയാളെ അടക്കുക എന്നുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ്. അതിന് മറ്റൊരു മതസ്ഥനെ വിവാഹം കഴിച്ചെന്നോ അല്ലെങ്കിൽ മറ്റൊരു ദേശക്കാരനെ കല്യാണം കഴിച്ചെന്നോ ഒക്കെ പറഞ്ഞ് തടസ്സമുണ്ടാക്കുന്നത് മാനുഷികമല്ല, ക്രൈസ്തവവുമല്ല. മതതീവ്രവാദത്തിനെതിരെ ക്യാമറകൾ തിരിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിന്റെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതാകണം ഡോക്യുമെന്ററികളെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിലർക്ക് ഇഷ്ടപ്പെടാത്ത വിഷയങ്ങൾ ചലച്ചിത്രമായി വന്നാൽ തീവ്ര മതവാദികൾ തിയേറ്ററുകൾക്ക് തീയിടുന്നതാണ് ഇന്നത്തെ അവസ്ഥ. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാനാവില്ല. മതതീവ്രവാദത്തിനെതിരെ ക്യാമറകൾ തിരിയണം. ചലച്ചിത്ര മേഖലയിലെ ഇന്നത്തെ സ്ത്രീ സാന്നിധ്യം പോരാ. ഡോക്യുമെൻ്ററി, ഹ്രസ്വചിത്ര മേഖലകളിൽ നിന്നും അവർ വളർച്ച ചലച്ചിത്ര രംഗത്തെത്തണം. തിരികെ വാർത്തകളിലേക്ക്. ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് VM സുധീരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ ഇന്ന് ദില്ലിയിലെത്തും. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും VM സുധീരനെ മാറ്റണമെന്ന AA ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം ശക്തമായതോടെയാണ് 3 നേതാക്കളെയും ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചത്. നേതൃമാറ്റം അനിവാര്യമാണെന്നും ഹൈക്കമാൻഡ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഗ്രൂപ്പ് നേതാക്കൾ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. സമവായ ശ്രമം ലക്ഷ്യമിട്ടാണ് ഇരുതട്ടിലായ VM സുധീരൻ, ഉമ്മൻചാണ്ടി, ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് അടിയന്തരമായി കൂടിക്കാഴ്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി 3 നേതാക്കളും ദില്ലിയിലെത്തും.
നാളെയാണ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച. തോൽവിയുടെ ഉത്തരവാദിത്തം KPCC നേതൃത്വത്തിന്റേതാണെന്നും VM സുധീരൻ അധ്യക്ഷ പദവി ഒഴിയണമെന്നുമുള്ള നിലപാടിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി നിയമസഭാ കക്ഷി നേതൃപദവി ഒഴിഞ്ഞ സാഹചര്യത്തിൽ KPCC അധ്യക്ഷ സ്ഥാനം VM സുധീരനും ഒഴിയണമെന്നാണ് ഇരു ഗ്രൂപ്പുകളുടെയും നിലപാട്. ഇക്കാര്യം A ഗ്രൂപ്പ് ദൂതനായെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. സുധീരൻ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്നും നേതാക്കൾ ഹൈക്കമാൻഡിൽ പരാതിപ്പെട്ടിരുന്നു. എന്നാൽ അഴിമതി ആരോപണരായവരെ മാറ്റി നിർത്താനുള്ള തന്റെ തീരുമാനം തള്ളിയ ഉമ്മൻചാണ്ടി ചെന്നിത്തല നിലപാടാണ് തിരിച്ചടിയായതെന്ന നിലപാടിൽ സുധീരനും ഉറച്ചു നിൽക്കുന്നു. ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയമെന്നും സംഘടന പൊളിച്ചെടുത്താണ് ഉണ്ടാവേണ്ടതെന്നും ഹൈക്കമാൻഡ് മുമ്പാകെ സുധീരൻ ആവർത്തിക്കുമെന്നാണ് സൂചന. അതിനാൽ തന്നെ സമവായം കണ്ടെത്തുന്നതിനായി ദില്ലിയിലെ ചർച്ചയും നീണ്ടുപോയേക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ നിർമ്മാണ തുകയുമായി ബന്ധപ്പെട്ട് കരാറുകാരൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ നൽകിയ കേസ് ഒത്തുതീർപ്പാക്കി. കോടതിക്ക് പുറത്താണ് കേസ് ഒത്തുതീർപ്പാക്കിയത്. കെട്ടിട നിർമ്മാണത്തിന്റെ കുടിശ്ശികയായ 2,80,00,000 രൂപ 3 വർഷത്തിലേറെയായി നൽകാതിരുന്നതിനെ തുടർന്നാണ് കരാറുകാരനായ ഹീദർ കൺസ്ട്രക്ഷൻസ് കോടതിയെ സമീപിച്ചത്. അതേസമയം ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ അംഗങ്ങളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സോണിയാഗാന്ധി അംഗമല്ലെന്ന് ഡയറക്ടർ ഹിദുർ മുഹമ്മദ് അറിയിച്ചു. കോൺഗ്രസ് അധ്യക്ഷ പ്രതി എന്ന നിലയിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരികെ വാർത്തകളിലേക്ക്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജിന്റെ സഹോദരനെ സ്പോർട്സ് കൗൺസിലിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിച്ചത് ക്രമവിരുദ്ധമായിട്ടാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. അജിത് മാർക്കോസിന് മതിയായ യോഗ്യതകളില്ലായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ സമർപ്പിച്ച ബയോഡാറ്റ വ്യക്തമാക്കുന്നു. അഞ്ജു ബോബി ജോർജിന്റെ സഹോദരൻ അജിത് മാർക്കോസിന് അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കലായി നിയമനം ലഭിക്കുന്നതിനായി സ്പോർട്സ് കൗൺസിൽ മുമ്പാകെ സമർപ്പിച്ച ബയോഡാറ്റ ആണിത്. ബയോഡാറ്റ പ്രകാരം കോയമ്പത്തൂർ മഹാരാജ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായ MCA ബിരുദം മാത്രമാണ് അജിത്തിന്റെ ഏക വിദ്യാഭ്യാസ യോഗ്യത. ഇനി അജിത് മാർക്കോസ് ഇപ്പോൾ ഇരിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ടെക്നിക്കൽ എന്ന പദവിയിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. കായിക വിദ്യാഭ്യാസത്തിൽ മാസ്റ്റർ ബിരുദം, കായിക താരങ്ങളുടെ കോച്ചാവാനുള്ള NIS ഡിപ്ലോമ, അന്താരാഷ്ട്ര കോച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കായിക മത്സരത്തിൽ പങ്കെടുത്തതിൻ്റെ യോഗ്യതകൾ. ഞങ്ങളുടെ അന്വേഷണത്തിൽ മേൽപ്പറഞ്ഞ യാതൊരു യോഗ്യതാ മാനദണ്ഡങ്ങളും അജിത് മാർക്കോസിനില്ല. എന്നാൽ അഞ്ജു ബോബി ജോർജ് അധ്യക്ഷയായ കേരള സ്പോർട്സ് കൗൺസിലിന്റെ സെക്രട്ടറി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക കേസായി പരിഗണിച്ച് നിയമനം നൽകണമെന്നാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് അജിത്തിനെ ഈ പദവിയിൽ നിയമിച്ചത്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന്റെ സ്വന്തം സഹോദരനെ ഉന്നത പദവിയിൽ നിയമിച്ചത് അഞ്ജു ബോബി ജോർജിന്റെ കൂടി താൽപര്യം പരിഗണിച്ചാണ്. വഴിവിട്ട നിയമനത്തിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ LDF സർക്കാർ ഇത് പുനഃപരിശോധിക്കാനിരിക്കെയാണ് അഞ്ജു ബോബി ജോർജ് മന്ത്രിക്കെതിരായ ആരോപണവുമായി രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. മന്ത്രി EP ജയരാജനെതിരായ അഞ്ജു ബോബി ജോർജിന്റെ ആരോപണം ശരിയാണെന്ന് കരുതുന്നില്ലെന്ന് സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ്. EP ജയരാജൻ അത്തരത്തിൽ പെരുമാറുമെന്ന് കരുതുന്നില്ല. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഴുവൻ സമയവും ചുമതല വഹിക്കണമായിരുന്നു. പദവി ഏറ്റെടുക്കുമ്പോൾ അഞ്ജു അതിനെക്കുറിച്ച് ചിന്തിക്കണമായിരുന്നുവെന്നും പത്മിനി തോമസ് തിരുവനന്തപുരത്ത് പറഞ്ഞു. കായിക മന്ത്രി EP ജയരാജൻ അധിക്ഷേപിച്ചെന്ന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജിന്റെ ആരോപണം ശരിയാണെന്ന് കരുതുന്നില്ലെന്ന് സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ് പറയുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല മിനിസ്റ്റർ അധിക്ഷേപിക്കുമെന്ന്. കാര്യം നമ്മളോടൊക്കെ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. പക്ഷെ മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഴുവൻ സമയവും ചുമതല വഹിക്കണം. ആക്ച്വലി സ്പോർട്സ് കൗൺസിലിന് ഒരു ഫുൾ ടൈം പ്രസിഡന്റ് ആണ് വേണ്ടത്. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവുക. അത് അഞ്ജുവിന് തോന്നേണ്ട കാര്യം. നമ്മൾ ഏത് സ്ഥാനങ്ങളും ഒരാൾ ഏറ്റെടുക്കുമ്പം അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഡൽഹിയിൽ ഒരു മീറ്റിങ്ങിന് പോയി ഒരു ദിവസം നിൽക്കുന്ന പോലെയുള്ള ഒരു സ്ഥാനമല്ല സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സഹോദരൻ അജിത് മാർക്കോസിനെ കൗൺസിലിൽ അനധികൃതമായി നിയമിച്ചത് അഞ്ജുവിന്റെ അറിവോടെ തന്നെയാണ്. എല്ലാം കണ്ടിട്ടേ ഫയലുകൾ പോവുള്ളൂ. ഒരു പ്രസിഡന്റ് കണ്ടിട്ടേ പോകൂ. വിമാനയാത്രക്കടക്കം കൗൺസിലിൽ നിന്ന് അധിക ചെലവുണ്ടാക്കിയത് ശരിയല്ല. അനധികൃത നിയമനങ്ങളടക്കമുള്ള കാര്യങ്ങൾ നടത്താനായി കൗൺസിലിലെ മറ്റു ചിലർ അഞ്ജു ബോബി ജോർജിനുമേൽ സമ്മർദ്ദം ചെലുത്തിയിരിക്കാമെന്നും പത്മിനി തോമസ് പറഞ്ഞു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. സ്പോർട്സ് കൗൺസിലിൽ വിദേശയാത്രകൾ നടത്തിയതിൽ അഴിമതിയുണ്ടെന്ന് മന്ത്രി EP ജയരാജൻ. ചില നിയമനങ്ങൾ ബാധ്യതയുണ്ടാക്കിയെന്നും ജയരാജൻ പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ചെയ്തത്. സന്തോഷത്തോടെയായിരുന്നു അഞ്ജു വന്ന് മടങ്ങിയതെന്നും ജയരാജൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കൊട്ടാരക്കര വാളകത്ത് വൃദ്ധനായ ജോണിക്കുട്ടിയെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പ്രതി പ്രസാദിനെ പോലീസ് പിടികൂടി.
കഴിഞ്ഞ ജൂൺ 1-നാണ് വാളകം സ്വദേശിയായ ജോണിക്കുട്ടിയെ NSS കരയോഗത്തിന് സമീപം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും ജോണിക്കുട്ടിക്കൊപ്പം കുടുംബത്തോടെ താമസിച്ചുവന്ന പ്രസാദിനെ പിടികൂടുന്നതും. മെയ് 31-ന് രാത്രി 10 മണിക്ക് ശേഷം മദ്യപിച്ചുകൊണ്ടിരിക്കെ മദ്യവിൽപ്പനയിൽ ലഭിച്ച വരുമാനം വീതം വയ്ക്കുന്നതിൽ തർക്കമുണ്ടാവുകയും പ്രസാദ് ജോണിക്കുട്ടിയെ തള്ളി വീഴ്ത്തുകയും ചെയ്തു. വീഴ്ചയിൽ ബോധം നഷ്ടപ്പെട്ട ജോണിക്കുട്ടിയുടെ പുറത്ത് മദ്യമൊഴിച്ച് പ്രസാദ് തീയിടുകയായിരുന്നുവെന്ന് കൊട്ടാരക്കര ഡിവൈഎസ്പി അശോകൻ പറഞ്ഞു. അടൂരിൽ പോലീസിനെ ആക്രമിച്ച കേസുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രസാദ് പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സൗജന്യമായി വൃക്കദാനം ചെയ്ത ലേഖാ നമ്പൂതിരിക്ക് സഹായ പ്രവാഹം. മമ്മൂട്ടിയുടെ പതഞ്ജലി ഗ്രൂപ്പിന്റെ ധനസഹായം പതഞ്ജലി ഗ്രൂപ്പ് MD ജ്യോതിഷ് കൈമാറി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് സഹായം കൈമാറിയത്. നട്ടലിന് പരിക്കേറ്റ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ലേഖാ നമ്പൂതിരിയുടെ ഓപ്പറേഷൻ പൂർത്തിയായി.